എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഇൻ്റർവ്യൂ സീരീസിൻ്റെ പാർട്ടായിട്ട് ഇറക്കാൻ പോകുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ പതിവ് പോലെ നമ്മൾ ഇവൻറ്റ് ലൂപ്പിനെ കുറിച്ചാണ് ഇതിലും നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുന്നു, അതെങ്ങനെ അനലൈസ് ചെയ്യുന്നു, അത് ഇവൻറ്റ് ലൂപ്പുമായിട്ട് എങ്ങനെ കണക്ടറാണെന്ന് നമ്മൾ നോക്കുന്നു. അത്രയാണ് ഞാൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ട് ഇവൻറ്റ് ലൂപ്പ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പലർക്കും Node.js കോഡ് എഴുതുമെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇപ്പോഴും ഇവൻറ്റ് ലൂപ്പ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണക്കമ്മിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ടൈം ഔട്ട് അല്ലെങ്കിൽ ഒരു ടൈമറും ഒരു പ്രോമിസും കൂടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞു വെച്ചാൽ, ഒരു കോഡ് സ്നിപ്പറ്റ് വന്നു കഴിഞ്ഞു വെച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും നല്ല ധാരണക്കമ്മിയുണ്ട് ആക്ച്വലി. കാരണം ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്ന ടൈമിലും പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ നമ്മൾ ഒരു കോഡ് സ്നിപ്പറ്റ് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അവർക്കത് ലിറ്ററലി അവരെന്ത് ചെയ്യുന്നു, വേറൊരു ഫ്ലോറിലെ രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, അത് ആ കോഡിനെ വാല്യുവേറ്റ് ചെയ്യുക. അവർ 7 വർഷം 8 വർഷം 9 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ആയിരിക്കും Node.jsലെല്ലാം. പക്ഷേ സ്റ്റിൽ എന്നിട്ട് പോലും അവർക്കത് നേരം പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കോഡ് ടോക്സ് മലയാളത്തിൻ്റെ ഇൻ്റർവ്യൂ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക്. അപ്പോൾ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കോഡ് സ്നിപ്പറ്റ് ഞാൻ തന്നിട്ടുണ്ട്. ഇവിടെ പ്രോമിസ് സെറ്റ് ടൈം .js എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയലിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ കോൺസ്റ്റ് പ്രോമിസ്, ന്യൂ പ്രോമിസ്, റിസോൾവ് റിജക്റ്റ്, അവിടെ ഒരു കൺസോൾ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സെറ്റ് ടൈം ഔട്ട് സ്റ്റേറ്റ്മെൻ്റ് അതിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ടൈമർ സ്റ്റാർട്ട് റിസോൾവ് ചെയ്യുന്നുണ്ട് സക്സസ് എന്ന്. ദെൻ കൺസോൾ ലോഗ് ടൈമർ ഉണ്ട്. ദെൻ ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് ആ ഒരു ഡെഫിനേഷൻ്റെ പുറത്ത് നമ്മൾ പ്രോമിസ് ഡോട്ട് ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, അതിലൊരു കോൾ ബാക്ക് കൊടുക്കുന്നുണ്ട്. ആ കിട്ടുന്ന വാല്യൂസിനെ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഔട്ട്സൈഡ് ദാറ്റ് ഒരു കൺസോൾ ഡോട്ട് ലോഗ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈ ക്വസ്റ്റ്യൻ ഈസ്, എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു 2 സെക്കൻഡ് സെയിം ഞാൻ തരാം, നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഗസ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ആൻസർ ഉണ്ടായിരിക്കും, അത് നിങ്ങളിപ്പോൾ നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്കിത് കൂടെ ഒന്ന് പോയി നോക്കാം, ഇതെന്താണ് ഇവിടേക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഉത്തരവും നമുക്ക് റൺ ചെയ്യാം പ്രോഗ്രാമിയുടെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരവും കറക്റ്റാണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കോഡ് കാണുമ്പോൾ ഇത് സിമ്പിളാണ് ആക്ച്വലി. ഒരു പ്രോമിസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഒരു പ്രോമിസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോമിസിൻ്റെ എക്സിക്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺസോൾ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സെറ്റ് ടൈം ഔട്ട് വരുന്നുണ്ട്, അതുപോലെ അഗൈൻ ഒരു കൺസോൾ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ പ്രോമിസ് ഡെഫിനിഷനിൽ വരുന്നുള്ളൂ. ദെൻ പ്രോമിസിൻ്റെ റിസൊല്യൂഷനിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറത്തൊരു കൺസോൾ ലോഗ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രോമിസ് റിസോൾവ് ചെയ്യുന്നത് എവിടെയാണ്, ഈ എക്സിക്യൂട്ടറിൽ നോക്കി കഴിഞ്ഞു വെച്ചാൽ ലൈൻ 5-ലാണ്. ലൈൻ 5 എവിടെ കിടക്കുന്നത്, സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു ട്വിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സെറ്റ് ആവുന്നതെന്നുള്ളത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് Node.js ഇവൻറ്റ് ലൂപ്പ് കോഡ് എക്സിക്യൂഷൻ ഫ്ലോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നത് നോക്കാം. എങ്ങനെ പ്രോമിസും സെറ്റ് ടൈം ഔട്ട് ഇൻട്രാക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഒരു ടൈമർ ഒരു പ്രോമിസ് ഒപ്പം വരുമ്പോൾ ഏതിനാണ് പ്രസിഡൻസ് കൂടുതൽ, ഏതിനാണ് മുൻഗണന കൂടുതൽ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇവൻറ്റ് ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ Node.js അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ നമ്മുടെ മെയിൻ ത്രെഡിൽ നമ്മുടെ സിങ്ക്രണസ് കോഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുമ്പോൾ ആ പ്രോഗ്രാം റൺ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ത്രെഡിലാണ്. അപ്പോൾ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക്രണസ് കോഡ് എക്സിക്യൂട്ടഡ് ഇമ്മീഡിയറ്റ്ലി. യാതൊരു ഡൗട്ടും വേണ്ട. അവിടെ നിങ്ങളോട് ആരെന്ത് ചോദിച്ചോട്ടെ, എന്ത് പറഞ്ഞോട്ടെ, എങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് തറവെക്കുക. സിങ്ക്രണസ് കോഡ് എന്താണ്, എക്സിക്യൂട്ടഡ് ഇമ്മീഡിയറ്റ്ലി. സിങ്ക്രണസ് കോഡ് കഴിഞ്ഞിട്ടാണ് ആരെന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ എക്സിക്യൂഷൻ നടക്കുള്ളൂ. Then there will be a micro task queue.
ഓക്കെ. അപ്പോൾ നോഡ് ജെ എസിൻ്റെ കേസിൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ആക്ച്വലി. ഓക്കെ, അതിൽ നമുക്ക് എന്താണ് പല ഫേസുകളുണ്ട് നോഡ് ജെ എസിൻ്റെ ഇവൻറ്റ് ലൂപ്പിൽ. ടൈമർ ഫേസ്, കോൾ ബാക്ക് ഫേസ്, ചെക്ക് ഫേസ്, അങ്ങനെ ഒരുപാട് ഫേസുകളുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് കൂടുതലായിട്ട് ഇവിടെ പോകുന്നില്ല, ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഈ ഫേസിൽ കൂടെയാണ് നോഡ് ജെ എസിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഇവൻറ്റ് ലൂപ്പിൻ്റെ ഓരോ ഫേസിലും ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പല ഫങ്ഷൻസുകളും ഇതിൻ്റെ ഓരോ പ്രത്യേക ഫേസിലാണ് ഷെഡ്യൂൾ ആവുകയും ചെയ്യും. അപ്പോൾ സിംപ്ലി പുട്ട് നമുക്കൊരു മൈക്രോ ടാസ്ക് ക്യൂ ഉണ്ടായിരിക്കും. ഈ മൈക്രോ ടാസ്ക് ക്യൂവിലാണ് നമുക്ക് പ്രോമിസുകളെല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു ഇവൻറ്റ് ലൂപ്പിൻ്റെ ഒരു നെക്സ്റ്റ് ഫേസിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ മൈക്രോ ടാസ്ക് ക്യൂ എല്ലാം നോഡ് ജെ എസിൽ എക്സിക്യൂട്ട് ആവും. ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു. ദെൻ മാക്രോ ടാസ്ക് ക്യൂ, ടൈമേഴ്സ്, ഇവിടെയാണ് നമ്മുടെ സെറ്റ് ടൈം ഔട്ട്, സെറ്റ് ഇൻ്റർവൽ, കോൾ ബാക്സ് ഒക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആക്ച്വലി ഇത് ഇത്തിരി കൂടി ബ്രൗസർ ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാക്രോ ടാസ്ക് ക്യൂ എന്നൊക്കെ നിങ്ങൾ നോഡ് ജെ എസിൻ്റെ ഇതിൽ നോക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയേക്കാം, അവിടെ വേറെ ഡിഫറെൻറ്റ് ഫേസിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു കോറിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഈ മാക്രോ ടാസ്ക് ക്യൂവിലാണ് നമ്മുടെ സെറ്റ് ടൈം ഔട്ട്, സെറ്റ് ഇൻ്റർവൽ എല്ലാം, കോൾ ബാക്കുകളെല്ലാം റൺ ചെയ്യുന്നത്. അപ്പോൾ സിങ്ക്രണസ് എക്സിക്യൂഷൻ. അപ്പോൾ നമ്മുടെ കോഡ് ബ്ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സിങ്ക്രണസ് ഫസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് വൺ പ്രിൻറ്റ് ചെയ്യും. ദെൻ നമ്മുടെ സെറ്റ് ടൈം ഔട്ട്, കോൾ ബാക്ക്, ടൈമർ ക്യൂവിലോട്ട് എന്ത് ചെയ്യും, കോൾ ബാക്കിനെ പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ പറയാം. അപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രോമിസിൽ ഫംഗ്ഷനിൽ എക്സിക്യൂട്ട് ആവും. ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് വൺ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്താണ്, 1 ആണ് നമുക്ക് വരും. ഞാനിവിടെ എഴുതാം ഔട്ട്പുട്ട്. ഫസ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് 1 ആണ്. ദെൻ സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിലോട്ട് കയറും. സെറ്റ് ടൈം ഔട്ടിന് എന്ത് ചെയ്യുന്നു, 0 ഈ കോൾ ബാക്ക് ഷെഡ്യൂൾ ചെയ്യും. ആക്ച്വലി അത് എക്സിക്യൂട്ട് ആവില്ല, ഈ സെറ്റ് ടൈം ഔട്ട് എക്സിക്യൂട്ട് ആവും. സെറ്റ് ടൈം ഔട്ട് എക്സിക്യൂട്ട് ആകുമ്പോൾ ഈ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ടൈമർ ക്യൂവിലോട്ട് ഷെഡ്യൂൾ ആവും ടു എക്സിക്യൂട്ട് ഓൺ ലേറ്റർ പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, ഇവിടെ അതിൻ്റെ കോൾ ബാക്ക് ഈവൻ ദോ അതിൻ്റെ എക്സിക്യൂഷൻ്റെ ടൈം നമ്മൾ കൊടുക്കുന്നത് 0 ആണെങ്കിൽ കൂടി അത് ഇമ്മീഡിയറ്റ്ലി എക്സിക്യൂട്ട് ആവില്ല. അതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. 0 ആകുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവുമെന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ടൈമറിൻ്റെ ക്യൂവിലോട്ട് ആഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈമറിൻ്റെ ഫേസിൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത് എൻക്യൂ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഏതാണ്, അപ്പോൾ ഇത് എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് ആയി. ദെൻ 2 ഇവിടെ എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞു വെച്ചാൽ കോൾ ബാക്ക് എക്സിക്യൂഷൻ ഇപ്പോഴും പെൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പ്രിൻ്റ് ആയി. ദെൻ പ്രോമിസ് ഡോട്ട് ദെൻ, അപ്പോൾ ഇത് കഴിഞ്ഞു, ഈ പ്രോമിസ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. പക്ഷേ നമ്മുടെ പ്രോമിസ് റെസൊല്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടോ, ഇല്ല. കാരണം എന്താണ്, അത് ഈ സെറ്റ് ടൈം ഔട്ടിൻ്റെ കോൾ ബാക്കിലാണ് ഈ പ്രോമിസ് റിസോൾവ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോമിസ് ഡോട്ട് ദെൻ കോൾ ബാക്കുകളൊന്നും എക്സിക്യൂട്ട് ആയില്ല. അതായത് മൈക്രോ ടാസ്കുകളൊന്നും ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ മൈക്രോ ടാസ്ക് ഇപ്പോൾ എന്താണ് എം ടി ആണ്. കാരണം എന്താണ്, ഇത് സക്സസ്ഫുൾ ആയിട്ടില്ല, അത് റിസോൾവ് ആയിട്ടില്ല. അതുകൊണ്ട് മൈക്രോ ടാസ്കുകളെല്ലാം എന്താണ്, ആ ഒരു ക്യൂ ഇപ്പോൾ എം ടി ആയി കിടക്കുകയാണ്. അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല, ഇത് എക്സിക്യൂട്ട് ആവില്ല. ഈ കൺസോൾ ഡോട്ട് ലോഗ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവില്ല. ഓക്കെ, പിന്നെ ബാക്കി എന്തെങ്കിലും നമ്മുടെ മെയിൻ പ്രോഗ്രാമിലുണ്ടോ, ഉണ്ട്. കൺസോൾ ഡോട്ട് ലോഗ് 4, അപ്പോൾ എന്താവും, ഇതിൻ്റെ ഔട്ട്പുട്ട് 4 എന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ ത്രെഡിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് ആയി ആക്ച്വലി. സോ ദർ ഈസ് നത്തിങ് എൽസ് ടു എക്സിക്യൂട്ട്. ഓക്കെ, ഇപ്പോൾ എഗെയിൻ നമ്മുടെ ഇവൻറ്റ് ലൂപ്പിൻ്റെ ഫേസിലൂടെ കടന്നു പോകും. അപ്പോൾ ഇവൻറ്റ് ലൂപ്പിൻ്റെ ഫേസിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ്, സെറ്റ് ടൈം ഔട്ട് നമ്മൾക്ക് ഇതിൻ്റെ കോൾ ബാക്ക് എന്താവും, ഷെഡ്യൂൾ ആവും. സെറ്റ് ടൈം ഔട്ടിൻ്റെ കോൾ ബാക്ക് ഷെഡ്യൂൾ ആകുമ്പോൾ എന്താവും, ഫസ്റ്റ് ടൈമർ സ്റ്റാർട്ട് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ടിത് ഫങ്ഷൻ റിസോൾവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത് എന്തായി, റിസോൾവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഈ ഒരു പ്രോമിസ് ആക്ച്വലി റിസൊല്യൂഷൻ കംപ്ലീറ്റഡ് ആയി. ദെൻ ടൈമറിൻ്റെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫങ്ഷൻ റിസോൾവ് ആയി ആക്ച്വലി ഇവിടെ.
അപ്പോൾ എന്താണ് നമ്മുടെ പ്രോമിസ്, അപ്പോൾ എഗെയിൻ നമ്മുടെ മൈക്രോ ടാസ്ക് ക്യൂ റൺ ചെയ്യും. മൈക്രോ ടാസ്ക് ക്യൂവിൽ എന്താണ് ഈ കോൾ ബാക്ക് നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ എന്താണ് ഈ ഒരു ഫംഗ്ഷൻ റിസോൾവ് ആയി, അതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ മൈക്രോ ടാസ്ക് ക്യൂവിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൾ ബാക്കിലോട്ട് ആ ഔട്ട്പുട്ടിനെ പാസ് ചെയ്യും. ദെൻ ആ കോൾ ബാക്ക് എക്സിക്യൂട്ട് ആവും. അപ്പോൾ എന്താവും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്? സക്സസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഇതൊരിക്കലും അല്ലാതെ എന്താണ് ഈ കൺസോൾ ഡോട്ട് ലോഗ് വന്നു സെറ്റ് ടൈം ഔട്ട് 0 ആയതുകൊണ്ട് ടൈമർ സ്റ്റാർട്ട് സക്സസ് അല്ല, ടൈമർ സ്റ്റാർട്ട് ടൈമർ എൻഡ് ദെൻ കൺസോൾ ഡോട്ട് ലോഗ് ടു ദെൻ സക്സസ്. ഇങ്ങനെ ആവുന്നല്ല, ഇങ്ങനെയല്ല അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കാണാം ഫസ്റ്റ് എന്താണ് സിങ്ക്രണസ് എക്സിക്യൂഷനാണ്. കൺസോൾ ഡോട്ട് ലോഗ് പ്രിൻറ്റ് ചെയ്തു, ഷെഡ്യൂൾ സെറ്റ് ടൈം ഔട്ട് കോൾ ബാക്ക് ഇൻ ദ ടൈമർ ക്യൂ, ദെൻ 2 പ്രിൻറ്റ് ചെയ്തു, 4 പ്രിൻറ്റ് ചെയ്തു. ഇനി ടൈമർ ക്യൂ എക്സിക്യൂഷൻ എങ്ങനെയാണ്? കോൾ ബാക്ക് റൺ ആവും 0 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം, ദെൻ കൺസോൾ ഡോട്ട് ലോഗ് ടൈമർ സ്റ്റാർട്ട് പ്രിൻറ്റ് ചെയ്യും, റിസോൾവ് ചെയ്യും, പ്രോമിസ് റിസോൾവ് ആയി, ദെൻ ടൈമർ എൻഡ് ആവും. മൈക്രോ ടാസ്ക് ക്യൂ എക്സിക്യൂഷനാണ്, പ്രോമിസ് ഡോട്ട് ദെൻ കോൾ ബാക്ക് റൺ ആവും, കൺസോൾ ഡോട്ട് ലോഗ് റേസ് എന്താണ് സക്സസ് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. 1 2 4 ടൈമർ സ്റ്റാർട്ട് ടൈമർ എൻഡ് സക്സസ്. 1 2 4 ടൈമർ സ്റ്റാർട്ട് ടൈമർ എൻഡ് സക്സസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക്രണസ് കോഡും അസിങ്ക്രണസ് ടാസ്കും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അസിങ്ക്രണസ് കോഡും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ഫേസസ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, മൈക്രോ ടാസ്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ വേറെ കാര്യം പറയാം. നോഡ് ജേസിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ മൈക്രോ ടാസ്ക് എന്ന് പറയുമ്പോൾ അത്ര നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അത്ര കാണാൻ വഴിയില്ല ആക്ച്വലി. പക്ഷേ റാദർ ഇതെന്താണ് ബ്രൗസർ സൈഡിലാണ് ഇതിലൂടെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സിമിലർ ആണ് ആക്ച്വലി. കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് ബ്രൗസർ സൈഡിൻ്റെ എക്സിക്യൂഷനും നോഡ് ജേസിൻ്റെ സൈഡിലുള്ള എക്സിക്യൂഷനും തമ്മിലുള്ള ഈ ഒരു ടെർമിനോളജി തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ദെൻ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. ഈ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കോഡിനെ ഡിബഗ് ചെയ്യുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നോഡ് ജേസിൻ്റെ ഇവൻറ്റ് ലൂപ്പിനെ പ്രോപ്പറായിട്ട് മനസ്സിലാവാതെ നിങ്ങൾ കോഡ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കോഡ് എഴുതാനൊന്നും യാതൊരു കുഴപ്പമുണ്ടായിരിക്കില്ല, എല്ലാം വർക്കിംഗ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച പെർഫോമൻസ് ആ കോഡിന് കിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ടൈമിൽ ഒരു സീനിയർ ഡെവലപ്പർ വന്നിട്ട് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഉള്ള മിസ്സിങ് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ കോർ ലെവൽ നിങ്ങളെപ്പോഴും എന്താണ് കറക്റ്റാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു സാധനങ്ങൾ മനസ്സിലാക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡ് ജേസിൻ്റെ ഒരു ഒഫീഷ്യൽ ബ്ലോഗാണ്. ഇവൻറ്റ് ലൂപ്പ് ആൻഡ് ടൈമേഴ്സ് നെക്സ്റ്റ് ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗ് ഉണ്ട്. ഇത് ഇവൻറ്റ് ലൂപ്പിൽ നോഡ് ജേസിൻ്റെ ഇവൻറ്റ് ലൂപ്പിനെ ഫേസസിനെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ടൈമേഴ്സ് എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുന്നത്, കോൾ ബാക്ക്സ് എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുന്നത്, പോൾ ഫേസ് എപ്പോഴാണ്, ചെക്ക് ഫേസ് എപ്പോഴാണ്, ക്ലോസ് കോൾ ബാക്ക്, സെറ്റ് ഇമ്മീഡിയറ്റ് വേഴ്സസ് സെറ്റ് ടൈം ഔട്ട് എങ്ങനെയാണ്, പ്രോസസ് ഡോട്ട് നെക്സ്റ്റ് ടിക്ക് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്, ഞാൻ അധികവും ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രോസസ് ഡോട്ട് നെക്സ്റ്റ് ടിക്ക്. ഈ പ്രോസസ് ഡോട്ട് നെക്സ്റ്റ് ടിക്ക് ആർക്കും പ്രോപ്പറായിട്ട് ഒരു ഉത്തരം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. ഇൻഫാക്റ്റ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് ടിക്ക് അറിയാത്ത ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊരു സീനിയർ ലെവലിലോട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മിഡ് ജൂനിയർ എന്നൊരു സീനിയർ ലെവലിലോട്ട് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ നോഡ് ജേസിൻ്റെ ഇൻ്റർണൽ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ദോ നിങ്ങളൊരു ജൂനിയർ ഡെവലപ്പർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ കോഡ് ഒപ്റ്റിമൈസേഷൻ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇനഫ് ഓഫ് ദ ടാക്ക് നമുക്ക് ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ റൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാണാം 1 2 4 ടൈമർ സ്റ്റാർട്ട് ടൈമർ എൻഡ് സക്സസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു. ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ഞാൻ അതിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സപ്പോർട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നോഡ് ജേസിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയിലോട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഹാപ്പി കോഡിങ്.